മടക്കത്താൻ ചീര എന്ന് കേട്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ ഇതിന് അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൽ എന്താ പേര് പറയുന്നത് എനിക്ക് വലിയൊരു പിടിയില്ല. ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് കേട്ടോ. ആർത്രൈറ്റിസ്, റുമാറ്റിസം, നെർവ് വീക്ക്നെസ്, ഇൻഫ്ലമേഷൻസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഔഷധമാണ് ഈ ചീര. ഇതിൻ്റെ എണ്ണ കാച്ചിയെടുത്തതിന് ശേഷം നമ്മൾ ജെൻറ്റിലായിട്ട് ഒന്ന് ആ പ്രശ്നമുള്ള ഭാഗങ്ങളിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റിന് ശേഷം കുളിച്ചാൽ മതി. അങ്ങനെ ഒരു 2-3 ആഴ്ച ചെയ്താൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും. എനിക്കിതൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതാണ്. അങ്ങനെയല്ല, നമുക്ക് ഒരുപാട് സിവിയർ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കല്ലുപ്പ് ഇതുപോലെ ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് തോർത്തിലൊന്ന് കെട്ടിയതിന് ശേഷം നമ്മൾ ജെൻറ്റിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ആ ഭാഗത്ത്. ഇതാണ് മടക്കത്താൻ ചീര. ഇത് ഞാനൊരു 1/2 ലിറ്റർ വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ചീരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അടുപ്പിലോട്ട് പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ചീര എല്ലാം കൂടെ ഒന്ന് ഉതിർത്തിട്ട് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ ചീരയിലുള്ള പച്ച കളർ മൊത്തം എണ്ണയിലോട്ടങ്ങ് ഇറങ്ങും. ആ സമയത്ത് ഒരു അല്പം പച്ചക്കർപ്പൂരം ഒന്ന് ഉടച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ തിളപ്പിച്ചതിന് ശേഷം അരിച്ച് കുപ്പികളിലാക്കി സൂക്ഷിച്ച് വെച്ചാൽ നല്ലൊരു ഔഷധമാണ്. ഇത് നന്നായിട്ട് പ്രശ്നമുള്ള ഭാഗങ്ങളിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാനും ഇന്നലെ ആരംഭിച്ചിട്ടേ ഉള്ളൂ അമ്മയ്ക്ക് മസാജ് ചെയ്യാനായിട്ട്. നിങ്ങളും ഉപയോഗിച്ചതിന് ശേഷം അത് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ദയവേത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഉറപ്പായിട്ടും ഇത് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഔഷധമാണ്. എനിക്കൊരു ഡോക്ടർ പറഞ്ഞു തന്നതാണ്. വിശ്വാസത്തോടു കൂടി ചെയ്ത് ഉപയോഗിക്കുക കേട്ടോ.